പത്തനംതിട്ട അടൂരിലെ ഷഹാനയുടെ തൂങ്ങിയ മരണത്തിൽ കാമുകൻ അറസ്റ്റിൽ. എഴംകുളം സ്വദേശി അരുണാണ് പിടിയിലായത്. അരുണിനെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തു. അരുണിന്റെ ആക്രമണമാണ് ആത്മഹത്യക്ക് കാരണം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പത്തനംതിട്ട അടൂരിലെ കോട്ടമുകളിലെ ഷഹന എന്ന് പറയുന്ന 31 വയസ്സുള്ള യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് 2 വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിൽ രണ്ടിലും ഞാൻ പറഞ്ഞിരുന്നു, വളരെ ക്രൂരമായ രീതിയിൽ ഷഹന അരുൺകുമാർ എന്ന് പറയുന്നവൻ്റെ യാതനകൾക്കും അതുപോലെ തന്നെ പീഡനങ്ങൾക്കും ഇടയായിരുന്നു എന്ന് വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ മലയാളത്തിലെ മുൻനിര മാധ്യമങ്ങളെല്ലാം തന്നെ മുക്കിയ ഒരു വാർത്തയായിരുന്നു ഇത്. കാരണം അരുൺകുമാർ എന്ന് പറയുന്ന പേര് പറയാൻ പോലും മലയാള മാധ്യമങ്ങളെല്ലാം മടിച്ചു നിന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം നിങ്ങളിത് ആലോചിക്കേണ്ട ഒരൊറ്റ കാര്യമുണ്ട്. കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങൾക്കും ഒരു മരണം നടന്ന ഒരു വീട്ടിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ യുവാവിൻ്റെ പേര് അറിയാത്തത് കൊണ്ട് പറയാത്തതല്ല. മലയാളത്തിലെ മുൻനിര മാധ്യമങ്ങളായ ഏഷ്യാനെറ്റ് ആയാലും അതുപോലെ തന്നെ റിപ്പോർട്ടർ TV ആയാലും 24 ആയാലും മനോരമ ന്യൂസ് ആയാലും മീഡിയ 1 ആയാൽ പോലും ആൺ സുഹൃത്ത് എന്ന് മാത്രമാണ് ആദ്യ ദിവസങ്ങളിൽ വാർത്ത കൊടുത്തത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആൺ സുഹൃത്ത് എന്താണ്? ആൺ സുഹൃത്തിന് പേരില്ലേ? ആ പേര് പറയാൻ എന്താണ് ഇത്ര ഭയം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം ഒരു RSS പ്രവർത്തനായതുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വളരെ അടിയുറച്ച് ഞാൻ പറയുകയാണ്. നമ്മുടെ ചാനൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അരുൺകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ നമ്മുടെ ചാനൽ കൂടി പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അതിലും നമ്മെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, കസ്റ്റഡി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. അരുൺകുമാറിനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പോലീസിൽ നിന്നും പുറത്തു വരുന്നത്. റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ പുറത്തുവിട്ട ഒരു വാർത്ത ഞാൻ ഈ സൈഡിൽ കൊടുക്കുകയാണ്. എന്തിനാണ് മർദ്ദിച്ചത് എന്ന് നിങ്ങൾ കേട്ടാൽ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ ഞെട്ടും. കാരണം ഷഹനയോട് അരുൺകുമാർ ആവശ്യപ്പെട്ടത് മതം മാറണമെന്നാണ്. എന്നിട്ട് എന്നെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെക്കുകയാണ്. ആ യുവതിക്ക് ആ യുവാവിനോട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സ്നേഹമുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ സത്യമാണ്. പക്ഷേ അതിൽ നിന്ന് മതം മാറാൻ ആ യുവതി തയ്യാറായിരുന്നില്ല. അതിനാണ് ആ യുവതിയെ പൊതിരെ തല്ലിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ആക്രമണം സഹികെട്ട് നിവൃത്തികെട്ടുകൊണ്ടാണ് ആ യുവതി ആ സമയത്ത് അടികൊണ്ട് ചോരയിൽ കുളിച്ചതിന് ശേഷമാണ് ആ സ്റ്റെയർ കേസിൻ്റെ മുകളിലേക്ക് പോയത്. ഇനി അയാൾ തള്ളിയിട്ടതാണോ കൊന്നതാണോ എന്ന് ഇപ്പോഴും സംശയം തന്നെയാണ്. കാരണം ആ ഷാള് കഴുത്തിൽ കുരുങ്ങിയാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യ എന്ന് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്. വളരെ വ്യക്തമായിട്ട് ഒരു മനുഷ്യൻ ഒരു കാര്യം ചെയ്തതിന് ശേഷം വരുന്ന ഒരു ഫോട്ടോ തീർച്ചയായിട്ടും ഞാൻ ഈ സൈഡിൽ കൊടുക്കുക. നിങ്ങൾ വളരെ സൂക്ഷിച്ചൊന്ന് നോക്കണം. ആ മനുഷ്യൻ കടന്നു വരുന്ന രംഗത്ത് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ആ പാൻറ്റിൻ്റെ താഴത്ത്, മുട്ടിൻ്റെ താഴത്ത് ഞാൻ മാർക്കിട്ട് കാണിച്ചു തരികയാണ്. ചോര നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്തോ ഒരു അടിപിടി കഴിഞ്ഞിട്ട് വലിയ എന്തോ ഒരു കാര്യം ചെയ്ത പോലെ നെഞ്ചും വിരിച്ച ഒരു 5 അടി നീളവും അതുപോലെ തന്നെ അതിനൊത്ത വണ്ണവുമുള്ള ഒരു മനുഷ്യന് വരുന്ന നിൽപ്പ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഈ ഫോട്ടോയാണ് ആ വീട്ടിൽ നിന്ന് ആദ്യമായി അരുൺകുമാർ പുറത്തേക്ക് വന്നപ്പോഴുള്ള ആദ്യത്തെ പോസാണ് നിങ്ങളെ കാണുന്നത്. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിൽ പച്ചമഷി കൊണ്ട് ഞാൻ രേഖപ്പെടുത്തിയ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്താണ് ഈ ഷഹന എന്ന് പറയുന്ന കുട്ടി മരിച്ചു കിടക്കുന്നത്. മരിച്ചു കിടക്കുക എന്ന് പറയുമ്പോൾ കാല് നിലത്ത് കുത്തി മടങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ആ മയ്യത്ത് കണ്ടത്. എന്നിട്ടും ഇപ്പോഴും പറയുന്നത് ഷഹന ആത്മഹത്യ ചെയ്തു എന്നാണ്. എന്നിട്ട് ഒരു കസാല ഇട്ടിട്ട് ആ മരിച്ച കുട്ടിയുടെ നേരെ മുന്നിൽ അദ്ദേഹം ഇരിക്കുകയാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത് തടയാൻ വേണ്ടി സാധിച്ചില്ല? അദ്ദേഹം അത് കണ്ടിരുന്നു രസിച്ചു എന്നാണ് പറയുന്നത്. അടി കൊണ്ട് പൊതിരെ തല്ലിയതിന് ശേഷം നിങ്ങളുടെ നഗ്ന വീഡിയോ ഞാൻ ലീക്കാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ പാവം കെട്ട സഹോദരി അത് കേട്ട് പേടിച്ചു. കാരണം ഞാൻ പറഞ്ഞതുപോലെ വിവാഹിതര ബന്ധം ഈ സഹോദരനുമായിട്ട് ഈ യുവതിക്കുണ്ടായിരുന്നു. ഈ യുവതിയുടെ നഗ്ന ഫോട്ടോകൾ അടങ്ങുന്ന, വീഡിയോ അടങ്ങുന്ന ഒരുപാട് ചിത്രങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഈ ഷഹന എന്ന് പറയുന്ന 31 വയസ്സുള്ള യുവതിയെ ഇദ്ദേഹം ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് തന്നെയാണ് ഗത്യന്തരമില്ലാതെ ഇനി എങ്ങനെ ഞാൻ ജീവിക്കും? ഈ ഫോട്ടോ ലീക്കായി കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കില്ല. ഈ വീഡിയോ ലീക്കായി കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ആ ഷഹന എന്ന് പറയുന്ന സഹോദരി ചിലപ്പോൾ സ്വന്തം ആത്മഹത്യക്ക് ശ്രമിച്ചാലും ചെയ്താലും അതിന് കാരണക്കാരൻ ഇദ്ദേഹമാണ് എന്ന് ഞാൻ അടിയുറച്ച് പറയുകയാണ്. 100% അദ്ദേഹത്തിൻ്റെ ആ ഫോട്ടോ, ആ ബോഡി ലാംഗ്വേജ് മാത്രം നോക്കിയാൽ തന്നെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അരിഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ മർദ്ദനവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രേരണയും കൊണ്ട് തന്നെയാണ്
ഇത് ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ കൊല്ലുന്നതിനേക്കാൾ വലിയ കുറ്റമാണ് അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും അതുപോലെ തന്നെ അത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എങ്കിൽ അത് തടയാത്തതും ഏറ്റവും വലിയ ശിക്ഷ കിട്ടുന്ന ഒരു കുറ്റം തന്നെയാണ്. ആ 2 വകുപ്പും ഏതായാലും പോലീസ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ ചുമത്തി ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങൾ അതുമായിട്ടുള്ള അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകും. ഏതായാലും റിമാൻഡ് റിപ്പോർട്ട് ഇപ്പോൾ നമ്മെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. മതം മാറാനും അതുപോലെ തന്നെ കല്യാണം കഴിക്കാനും പ്രഷർ ചെലുത്തിയിട്ട് അതിന് ഷഹാന സമ്മതിക്കാതിരുന്ന സമയത്താണ് അടിപിടിയും കച്ചറയും എല്ലാം അവിടെ ഉണ്ടായത്. ആ സമയത്താണ് ബ്ലഡ് പുറത്തേക്ക് വന്നത്. ആദ്യം പോലീസ് പറഞ്ഞത് ആത്മഹത്യ ചെയ്ത സമയത്ത് മൂക്കിൽ നിന്ന് വന്ന ബ്ലഡാണ് എന്നാണ്. അങ്ങനെ വന്ന ബ്ലഡ് ആണെങ്കിൽ ഒരിക്കലും ഇദ്ദേഹത്തിൻ്റെ പെൻസിലും അതുപോലെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഞാൻ ആ പിക്ചർ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ രക്തം വരില്ല. അദ്ദേഹം ഒരു സ്റ്റൂൾ ഇട്ടിട്ട് ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ലൈവായിട്ട് കണ്ട് രസിച്ച ഒരു മനുഷ്യനാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ എൻ്റെ വീഡിയോൻ്റെ താഴെ ഒരുപാട് പേർ അന്ന് തെറി പറഞ്ഞിരുന്നു. ഇദ്ദേഹം ഒരിക്കലും ഒരു RSS പ്രവർത്തകനല്ല, നിങ്ങൾ കള്ളം പറയുകയാണ്, നിങ്ങൾക്ക് അങ്ങനെയാണ്, നിങ്ങൾക്ക് മതം നിങ്ങളുടെ ഉള്ളിൽ കയറിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽപ്പെട്ട വാർത്തകൾ മാത്രം പറയാൻ വേണ്ടി സാധിക്കുന്നത് എന്ന് പറഞ്ഞ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ സൈഡിൽ ഒരു പോസ്റ്റ് കൊടുക്കാം, നിങ്ങളത് വളരെ വ്യക്തമായിട്ട് സ്ക്രീൻഷോട്ടാണ്, നിങ്ങളത് വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. യുവമോർച്ച ഏയംകുളം മീഡിയ കൺവീനറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട അരുൺകുമാർ ശ്രീകുട്ടൻ ഏയംകുളം അഭിനന്ദനങ്ങൾ. മുമ്പ് യുവമോർച്ച ഏയംകുളം ടൗൺ യൂണിറ്റ് പ്രസിഡന്റായി ചുമതല വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോസ്റ്റിൽ എന്താണ് പറയുന്നത് ഞാൻ വിനീതമായിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്. അദ്ദേഹം ഇതിൻ്റെ മുന്നേ തന്നെ പ്രസിഡൻ്റായിട്ട് ചുമതല നിർവഹിച്ചിട്ടുണ്ട്. ഏയംകുളം ടൗൺ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിട്ട് ചുമതല നിർവഹിച്ച ആളാണ് ഇദ്ദേഹം. ഇപ്പോൾ അദ്ദേഹത്തെ ഏരിയ കമ്മിറ്റി മീഡിയ കൺവീനറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതിന് അഭിനന്ദനങ്ങൾ എന്ന് പറയുന്ന ഒരു പോസ്റ്ററാണ്. അപ്പം അദ്ദേഹം ഒരു RSSൻ്റെ ഒരു സംഘപരിവാറിൻ്റെ സജീവ പ്രവർത്തകനാണ് എന്ന് തെളിയിക്കുന്നതിന് ഇതിലും വലിയ രേഖകൾ ഒന്നും ആവശ്യമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ആ സഹോദരി മരിച്ചത്, ആ മരണത്തിന് എന്താണ് കാരണം, എത്രമാത്രം വേദനകൾ ആ സഹോദരി അനുഭവിച്ചിട്ടുണ്ട്, ആ സഹോദരി ബ്ലാക്ക് മെയിൽ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിന് ഇരയായിട്ടുണ്ട് എന്നൊക്കെ പച്ചയായ യാഥാർത്ഥ്യമാണ്. അത് നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ആ വേദനയും ആ നഷ്ടവും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് 100% അദ്ദേഹത്തെ വെള്ളപൂശാൻ വരുന്നവരോട് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കോ ഇത്തരത്തിൽപ്പെട്ട ഒരു അനുഭവം ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വേദന മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കൂ. അതുകൊണ്ട് തന്നെയാണ് വികാരപരമായിട്ട് ഞാൻ ഈ വീഡിയോയെ സമീപിക്കുന്നത്. നിങ്ങൾ നോക്കണം, അത്രമാത്രം ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ട്. ആ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം മാന്യമായിട്ട് കല്യാണം കഴിച്ചു പോയൊരു കുട്ടിയാണ്. അവിടെ നിന്നുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എന്തായാലും അതിനുശേഷം സ്വന്തം വീട്ടിൽ വന്നതിന് ശേഷം ആദ്യത്തെ അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ മുമ്പേയുള്ള ബന്ധങ്ങൾ പുതുക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം ഇപ്പോഴും ആ കുട്ടി ഡിവോഴ്സ് ആയിട്ടില്ല. ഡിവോഴ്സുമായി ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്യപുരുഷനുമായിട്ട് ബന്ധം സ്ഥാപിച്ചത് കൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ ഇത്തരത്തിൽപ്പെട്ട ഒരു മരണത്തിലേക്ക്, അടിപിടിയിലേക്കും കൊലപാതകത്തിലേക്കും എല്ലാം നയിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതം നയിക്കേണ്ടി വന്നത്. അത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. എൻ്റെ സഹോദരിമാരോട് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്, നിങ്ങൾ സ്നേഹിക്കുന്നതിനോ പ്രേമിക്കുന്നതിനോ ഒളിച്ചോടുന്നതിനോ ഞാൻ എതിരല്ല. പക്ഷേ ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് സംഭവിച്ചാൽ തിരിഞ്ഞു നടക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം വരും, ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് എനിക്ക് തിരിച്ചെൻ്റെ വീട്ടിലേക്ക് പോകണം, എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്തേക്ക് പോകണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ പോകാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങൾക്ക് ജീവിതത്തിൽ സംജാതമാകും. അതുകൂടി ചിന്തിച്ചതിന് ശേഷം ഇനി എന്ത് വന്നാലും എൻ്റെ തീരുമാനമാണ്, ഞാൻ അനുഭവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞിട്ടാണ് ഇത്തരത്തിൽപ്പെട്ട എല്ലാ സഹോദരിമാരും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. പക്ഷേ അവസാന ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ പൊട്ടങ്കിണറ്റിലോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും സാരിത്തുമ്പിലോ ഷാളിലോ ഒക്കെ തീരുന്ന ജീവിതങ്ങളായിട്ട് മാറുന്നതാണ് നമുക്ക് ഒരുപാട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽപ്പെട്ട വീഡിയോ പ്രധാനമായിട്ടും ഞാൻ ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും എൻ്റെ സഹോദരിമാർ കാണണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇത്തരത്തിൽപ്പെട്ട ഒരു അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകാൻ വേണ്ടി പാടില്ല. അത് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കും, നിങ്ങളുടെ കുടുംബം നശിപ്പിക്കും, നിങ്ങളെ എല്ലാ ബന്ധങ്ങളെയും അത് താറുമാറാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് തന്നെയാണ് ഈ ഒരു ബന്ധത്തിലും ഉണ്ടായത്. വിവാഹിതര ബന്ധങ്ങൾ വെച്ച് പുലർത്തുന്ന സഹോദരിമാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ അത്തരത്തിൽപ്പെട്ട ഹറാമായ ഒരു പ്രശ്നത്തിലേക്ക് ഒരിക്കലും നിങ്ങൾ നീങ്ങരുത്. നീങ്ങിക്കഴിഞ്ഞാൽ പഠിച്ചവൻ്റെ പരീക്ഷണം നിങ്ങളുടെ മുകളിൽ ഉണ്ടാവും. ആ പരീക്ഷണം തന്നെയാണ് ഈ ഷഹന എന്ന് പറയുന്ന സഹോദരിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആത്യന്തികമായിട്ട് ഇത്തരത്തിൽപ്പെട്ട കേൾക്കാൻ പോലും പാടില്ലാത്ത ഒരു മരണവാർത്ത നമുക്ക് കേൾക്കേണ്ടതായിട്ട് വന്നിട്ട്, ഏതായാലും ഇദ്ദേഹം മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ കുട്ടിയെ പരമാവധി എത്രമാത്രം ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാൻ വേണ്ടി സാധിക്കുമോ അത്രമാത്രം
ചെയ്തിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ വാർത്തയിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.